ഇന്ന് മോസ് ലാൻഡ്സ്കേപ്പാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റിൻ്റെ ബക്കറ്റിൻ്റെ അടുപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മണലിട്ട് കൊടുക്കുകയാണ്. മണൽ മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം പോട്ടിംഗ് മിശ്രിതം, അതായത് മരത്തിൻ്റെ തടി കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞുണ്ടായിട്ടുള്ള അതും മണ്ണും എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു മിശ്രിതം ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നനഞ്ഞ ചകിരിയാണ് യൂസ് ചെയ്യുന്നത്. ടെറേറിയത്തിൽ എപ്പോഴും നമ്മൾ കരിയൊക്കെ ഉപയോഗിക്കും, പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ സ്പേസ് കുറവായത് കാരണം നനഞ്ഞ ചകിരിയുടെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് അത് മൊത്തത്തിൽ ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഓരോ മോസുകൾ വെച്ച് കൊടുക്കുകയാണ്. ഇത് മരത്തേലൊക്കെ നിൽക്കുന്ന തരം മോസുകളാണ്. ആദ്യമേ ഞാൻ വിചാരിച്ചു ഒരു തടി കഷ്ണമൊക്കെ വെച്ച് അതിനകത്ത് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്ത് മോസ് തന്നെ വെച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഒരു ചെറുതൊരെണ്ണം ഉണ്ടാക്കി നോക്കിയിരുന്നു. അപ്പോൾ അത് സക്സസ് ആയി. ഇപ്പോഴും നന്നായിട്ട് നിൽക്കണുണ്ട്. അത് കാരണമാണ് ഞാൻ ഒരു കുറച്ച് വലുതായിട്ട് ഒരു ഹാങ്ങിങ് ഡെക്കറായിട്ട് ഒരു മോസ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ആദ്യമേ ഞാൻ വിചാരിച്ചു ഈ വള്ളിച്ചെടി കൂടി ഇവിടെ ഇരിക്കട്ടെ എന്ന്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും ലാസ്റ്റ് വെക്കാം. ബാക്കി മോസ് വെച്ച് മൊത്തം ഫുൾ കവർ ചെയ്തതിന് ശേഷം അത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ളതും കൂടെ മോസ് വെച്ച് ഞാൻ ഫില്ല് ചെയ്യുവാണ്. ഇത് ഓപ്പണായി ഇരിക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം തളിച്ച് കൊടുക്കേണ്ടി വരും. സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ ഫില്ല് ചെയ്തതിന് ശേഷം നൂല് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെച്ചത് കാരണം ഇത് മുന്നോട്ട് മറിഞ്ഞു പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം നൂല് വെച്ചൊന്ന് കവർ ചെയ്തതിന് ശേഷം ഞാനത് ഹാങ്ങിങ് ആയിട്ട് വെക്കുക. ഇത് പിടിച്ചതിന് ശേഷം നമുക്ക് ആ നൂല് അഴിച്ചു മാറ്റാം. ഇങ്ങനെയാണ് ഫൈനലായിട്ട് ഇതിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.